Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു കേക്കുമായിട്ട് തന്നെയാണ്. അപ്പം നമുക്ക് ഈ പുതിയ വർഷം നല്ലൊരു കേക്കായിട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ ഈ വർഷത്തെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇത് ഞാനിപ്പം ന്യൂ ഇയറിന് ചെയ്തിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ അത് രണ്ട് തീമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ബർത്ത്ഡേയും ഉണ്ടായിരുന്നെന്ന്, അപ്പോൾ ന്യൂ ഇയറും ആയിരുന്നു. ഈ ഒരു കേക്കിൽ തന്നെ രണ്ട് തീമായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോർ കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഇനി ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ് ഇവയൊക്കെ ഇട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊരു 3 തവണ ഒന്ന് അരിച്ചെടുക്കാം. അരിക്കുന്നതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല കേട്ടോ, അതൊക്കെ ഒരുപാട് തവണ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ച പഞ്ചസാര 1 കപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പിസ്ത ഫ്ലേവറിലുള്ള കേക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ടേക്കറിൻ്റെ പിസ്ത എസൻസാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് മുട്ടയും പഞ്ചസാരയും കൂടെ മിക്സാക്കി വെച്ചിട്ടുള്ളത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ലൊരു ഫ്ലഫി ടെക്സ്ചറായി കിട്ടുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്യാം. 4 മുട്ടയൊക്കെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വലിയ ബോൾ എടുക്കാൻ നോക്കുക കേട്ടോ. എൻ്റെ ഇവിടെ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന വലിയ മിക്സിംഗ് ബോൾ എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് പൊട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എടുത്തത് ചെറിയ ഒരു ബോളായിപ്പോയി. അപ്പം ഇനി ഫ്ലോറൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടി വരും. അപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂണ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. എൻ്റെ ഇവിടെ ബൗൾ കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ പിന്നെ ഇതിനി വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് വേണം ഫ്ലോറൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലോറും അതുപോലെ തന്നെ പിസ്ത എസൻസ് മിക്സ് ചെയ്തിട്ടുള്ള മിൽക്കും അല്പാൽപ്പായിട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ വെച്ച് ഒരു 170 ഡിഗ്രിയിൽ ഒരു 30 to 35 മിനിറ്റ്സ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കൊക്കെ ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെയുള്ള വേറൊരു കേക്ക് കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്, ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലുള്ള ഈ ബ്രൗൺ കളർ മാത്രം ഒന്ന് മുറിച്ച് മാറ്റാം. അത് മാത്രമായിട്ട് നമുക്ക് മുറിച്ച് മാറ്റാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഈ ഓരോ കേക്കും 3 ലെയറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ആ കേക്കൊന്ന് വെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ കുറച്ച് പിസ്ത മിൽക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മിൽക്കിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ഇവോപ്പറേറ്റഡ് മിൽക്കും അതുപോലെ തന്നെ കുറച്ച് പിസ്ത എസൻസും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. പിന്നെ അല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രോസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് പിസ്ത എസൻസ് മിക്സ് ചെയ്തിട്ട് ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് കേക്ക് ബോർഡിലേക്ക് ആദ്യം തന്നെ കുറച്ചൊന്ന് ക്രീം ഇട്ട് കൊടുത്ത് അതിന് മുകളിലേക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ അത് ഒന്ന് പിസ്ത മിൽക്ക് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആദ്യത്തെ ലെയർ ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളിത് കൂടുതൽ ദിവസം വെക്കുന്ന കേക്കാണെങ്കിൽ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. മിൽക്ക് കൊണ്ടാകുമ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ അത് പിന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അത് കേക്ക് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. ഇനി ക്രീമിന് മുകളിൽ വേണമെങ്കിൽ നട്ട്സോ അല്ലെങ്കിൽ പിന്നെ വൈറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗണാഷ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് അതൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്ത് ക്രീം ഇട്ട് കൊടുക്കുക. ഇങ്ങനെ എല്ലാ ലെയർ കേക്കും
6 ലെയർ കേക്കും വെച്ച് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കും. ഇപ്പോൾ കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് അടുത്ത ലെയർ ക്രീം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കേക്കൊക്കെ അത്യാവശ്യം ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് സ്ട്രൈപ്പ് ഡിസൈനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഒരു സ്ക്രാപ്പർ കൊണ്ടൊന്ന് സ്ക്രാപ്പ് ചെയ്യുന്നുണ്ട്. ഈ സ്ക്രാപ്പർ ഞാനിവിടെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനി ഈ കേക്കിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ സെൻറ്ററിലൂടെ ഒരു ലൈൻ കൊടുക്കാം. നമുക്കിതിപ്പോൾ 2 തീമായിട്ടാണല്ലോ ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ഒരു സൈഡിൽ ഗ്രീനും ഒരു സൈഡിൽ ബ്ലൂ ആണ് തീമായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗവും ഇങ്ങനെ ഒന്ന് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സ്ക്വയർ ആറ്റം വെച്ചിട്ട് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ഹാഫ് പോർഷനിൽ ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്തെടുത്ത് ഒരു കുഴി പോലെ ഉണ്ടാവുമല്ലോ, അവിടേക്ക് നമുക്ക് ബ്ലൂ കളർ വിപ്പിംഗ് ക്രീം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഒന്ന് വൈറ്റാണ്, അത് കഴിഞ്ഞിട്ട് ഒരു കുഴി പോലുള്ള ഭാഗം ഉണ്ടാവും, അവിടേക്ക് ഇങ്ങനെ വിപ്പിംഗ് ക്രീം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ വീണ്ടും വൈറ്റ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു സ്ക്രാപ്പ് ചെയ്തെടുത്തൊരു കുഴി പോലെ ഉണ്ടല്ലോ, അവിടേക്കും ഇങ്ങനെ ബ്ലൂ കളർ വിപ്പിംഗ് ക്രീം കൊണ്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇങ്ങനെ ഹാഫ് പോർഷനിലേക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഹാഫ് പോർഷനായിട്ട് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഈ ഹാഫ് പോർഷനിൽ ഇങ്ങനെ ബ്ലൂ കളറാണ് ഫില്ല് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ഹാഫ് പോർഷനിലേക്ക് ഇങ്ങനെ ഗ്രീൻ കളറ് വിപ്പിംഗ് ക്രീം കൊണ്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഐസിങ് നൈഫ് വെച്ചിട്ട് നമുക്ക് കേക്കിൻ്റെ ബ്ലൂ പോർഷൻ ആദ്യം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. നമുക്ക് എപ്പോഴാണോ നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള സ്ട്രൈപ്പ് കിട്ടുന്നത് അതുവരെ നമുക്ക് ഈ ഹാഫ് പോർഷൻ മാത്രം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. രണ്ടും സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ. രണ്ട് കളറായതുകൊണ്ട് തന്നെ കേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ചെയ്യരുത്. ആദ്യം ഒരു ഹാഫ് പോർഷൻ ചെയ്യാം. അപ്പം നല്ലൊരു ക്ലിയറായി കിട്ടിയാൽ പിന്നെ അടുത്ത പോർഷൻ ചെയ്യാം. അപ്പം ഇതിൽ നൈഫിൽ എക്സ്ട്രാ വരുന്ന ക്രീമൊക്കെ അങ്ങ് തുടച്ച് കളയണം ഓരോ തവണയും. ഇത് നല്ലൊരു ക്ലിയർ ആക്കി എടുക്കുക. ഇനി ഈ കേക്കിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് കുറച്ച് ബ്ലൂ കളർ ഫോണ്ടൻ്റ് ഒന്ന് നന്നായിട്ട് റോൾ ചെയ്ത് ഒരു സെമി സർക്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം ഹാഫ് പോർഷൻ ബ്ലൂ ആണ്. അപ്പോൾ അത് ആ കേക്കിന് കണക്കായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇനി കേക്കിൻ്റെ മറ്റേ ഭാഗത്ത്, അതായത് മറ്റേ പകുതിയിലേക്ക് ഗ്രീൻ കളർ ഫോണ്ടൻ്റ് ഇതുപോലെ സെമി സർക്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തെ വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മിസ്സായിട്ടുണ്ട്, അതായത് അത് റെക്കോർഡായിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ മിസ്സായിപ്പോയി. പിന്നെ ഇതിലേക്ക് കുറച്ച് ഫുഡ് കളറൊന്ന് ബ്രഷിൽ മുക്കിയിട്ട് ബ്ലൂ കളറിലേക്കും ഗ്രീൻ കളറിലേക്കും ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്ലൂ കളർ ഒരു ബർത്ത്ഡേ തീമായിട്ടും ഗ്രീൻ കളർ ന്യൂ ഇയർ തീമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ബ്ലൂ കളറിലേക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ആ ഒരു റേറ്റിംഗ് വെച്ച് കൊടുക്കുക. ഗ്രീൻ കളറിലേക്ക് ഒരു ഹാഫ് ക്ലോക്കിൻ്റെയും ന്യൂ ഇയറിനുള്ള റേറ്റിംഗുമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി വേറെ നല്ല വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.